നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയെ മലേഷ്യ വെച്ച് കണ്ട്. അതാണ് ഈ ഇരിക്കുന്നത്, മിസ്റ്റർ സലീം ഭായി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറേ ദൂരമായിരുന്നു. ആ പുള്ളി ഇങ്ങോട്ട് കൊടുന്നു, പുള്ളിയുടെ ഏരിയയിലേക്ക് കൊടുന്നു. കണ്ട ഈ ഏരിയയിലത്തെ ഈ കാടിൻ്റെ ഉള്ളിലത്തെ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ്. ബാക്കിൽ കാണുന്നത് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഇത്ര കിലോന് ഇത്ര പൈസ വാഷ് ചെയ്യാൻ. അത് ഞാൻ കാണിച്ചത് കണ്ട, 14 കിലോന് 6 രൂപ. അത് കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, വാങ്ങും എല്ലാം. ഇവിടെ വാഷിങ്, അപ്പുറത്ത് ഡ്രൈ ചെയ്യേണ്ടത്, അതിന് വേറെ പൈസ. അയൺ ചെയ്യണ പരിപാടി ഇല്ല, അയണിങ് ഇല്ല. ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മടക്കി അപ്പം തന്നെ മടക്കി കഴിഞ്ഞാൽ അയൺ ചെയ്ത പോലെ ആവുന്നു. അങ്ങനെ പറഞ്ഞു. അല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു പാകിസ്ഥാനിയെ കണ്ടത് മലേഷ്യയിൽ വന്നിട്ട്. ഇത് നമ്മുടെ നാട്ടുകാരനായ കടവല്ലൂർക്കാരനായ സലീം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ റെസ്റ്റോറൻ്റാണിത്. ഇത് ഉള്ളത് മലേഷ്യയിലാണ്, ജെൻഡിങ് ഐലൻഡിൻ്റെ അടുത്ത് ബുക്കി ഹിന്ദി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഏകദേശം കോലാലംപൂരിൽ നിന്നൊരു 40-45 കിലോമീറ്റർ വരും, അതിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളിയുടെ ഷോപ്പാണ്. പുള്ളിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു, ഞങ്ങളെ പിക്ക് ചെയ്ത് ഇവിടെ ഇപ്പോൾ കൊടുന്നാണ്. അങ്ങനെ നമുക്ക് ഷോപ്പിൽ എന്തൊക്കെയുള്ളത് നോക്കാം. മലേഷ്യയിലേക്ക് വരുമ്പോൾ ഈ ജെൻഡിൻ ഐലൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എല്ലാവരും. ഇന്ത്യൻ, തായ്ലൻഡ്, മലേഷ്യ ഫുഡ് എല്ലാം ഉണ്ട്. ഇന്ത്യൻ, തായ്ലൻഡ് ആൻഡ് മലേഷ്യ.
ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെല്ലിംഗ് ഐലൻഡാണ് നമ്മുടെ അടുത്തുള്ള സ്ഥലം. അവിടെ നിന്ന് കണ്ട് നമ്മുടെ കടയിൽ 15 മിനിറ്റ് സമയമുള്ളൂ. കാറിൽ വരും. 15 മിനിറ്റ് പിന്നെ ഒരു ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ എടുക്കാം. ഇപ്പോൾ ഗെല്ലിങ്ങിൽ അവസ്ഥ ഭക്ഷണം ഇവിടുത്തേനേക്കാളും ഡബിളാണ് അവസ്ഥ. എക്സ്പെൻസ് കൂടുതലാണ്. അതിൻ്റെ 50% പെടും. അപ്പോൾ ഞാൻ അതായത് ഒരു ബസ്സിൽ 10-40 ആൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ എല്ലാ റെസിഡൻറ്റുണ്ട്. നമുക്ക് സ്ഥലമുണ്ട്. മേലെയുണ്ട്. നമുക്ക് ഡൈനിങ് ഹോൾ മേലെ താഴെ തന്നെ ഒരു ചെറിയൊരു 60 ആൾക്ക് ഇരിക്കുന്ന സീറ്റ് പടി മേലെ വേറെ മേലെ അതേമാതിരി മേലെ. പിന്നെ ഫുഡ് നമ്മുടെ അടുത്തുള്ളത് ഇന്ത്യൻ ഫുഡുണ്ട്, മലേഷ്യൻ ഫുഡുണ്ട്, തായ്ലൻഡ് ഫുഡുണ്ട്. പിന്നെ നാട്ടിലുള്ള മാതിരി പൊറോട്ട, ചപ്പാത്തി, ദോശ എല്ലാം വെച്ചാൽ ഇന്ത്യ, തായ്ലൻഡ്, മലേഷ്യ എവറിത്തിങ് എല്ലാം 24 hours. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗതിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പകുതി കേട്ട് അല്ലേ? ചില ഒരുപാട് പേർക്ക് അത് അറിയില്ല. ഇത് മേലെ കഴിച്ച് കഴിഞ്ഞാൽ ഡബിള എക്സാമ്പിൾ ഇവിടെ 300 ആണെങ്കിൽ അവർക്കവിടെ ഡബിൾ. ഇത് മലേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സാണിത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി പോകാനുള്ള പരിപാടിയാണ്. ഹോട്ടൽ എന്ന് പറഞ്ഞ സലീമിൻ്റെ റെസ്റ്റോറൻറ്റ്. ആ കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. 99 സൂപ്പർ മാർക്കറ്റാണ്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 99 KK എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. ലുലു നെസ്റ്റോ പോലെയാണ്. മൂപ്പരുടെ വണ്ടിയാണ് എൻ്റെ വണ്ടി. പോവാം. അങ്ങനെ നമ്മൾ കില എയർപോർട്ടിലെത്തി. കില എന്ന് പറഞ്ഞാൽ കോലാലംപൂർ എയർപോർട്ട്. കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അതാണ് ഫ്ലൈറ്റുകൾ കിട്ടുന്നുണ്ട്. ടെർമിനൽ 1 ആണ് കേട്ടോ. ടെർമിനൽ 2 എയർ ഏഷ്യയുടെ ടെർമിനലാണ്. എയർ ഏഷ്യയുടെ ഡിപ്പാർച്ചർ ഏരിയ. ഇത് ഡൊമസ്റ്റിക്ക. അന്തർവാസ എയർപോർട്ട്. അന്തർവാസ ടെർമിനൽ. എയർപോർട്ട്. ഞങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്തെങ്കിലും ക്യൂ നിന്നിട്ട് വേണം ലഗേജ് ജസ്റ്റ് ഇടുക പോവാണ്ടോ.
അങ്ങനെ ഞങ്ങൾ മലേഷ്യ ഗുഡ് ബൈ പറഞ്ഞ് ബക്കറ്റ് എയറിൽ കൊച്ചിക്ക് പോകുന്നു. ഇനിയിപ്പോൾ രാത്രി 11:30 അവിടെ ലേറ്റാവും കൊച്ചിയിൽ. ഇന്ന് 8-ാം തീയതി ഫെബ്രുവരി 8. ഇൻഷാ അല്ലാ. ചെറിയ മഞ്ഞ് പോലെ ഉണ്ട്. ഫ്ലൈറ്റൊക്കെ നല്ല ഫ്ലൈറ്റാണ്. ടി വി ഒക്കെ ഉണ്ട്. ബൈ ബൈ.